കാസർഗോഡ് പുത്തികെ കൊക്കച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട 8 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. സാദത്തിന്റെ മകൻ സുൽത്താനാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. നാട്ടുകാരും ഫയർഫോഴ്സും കുട്ടിക്കായി തിരച്ചിൽ നടത്തി വരികയായിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി സരീഷ് പി കെ ഉണ്ട്. സരീഷ്, ഉച്ചയോടുകൂടി ഉണ്ടായ അപകടമാണ്. ഏറെ വേദനാജനകമായ കാര്യമാണ്. ഒടുവിൽ തിരച്ചിലൊക്കെ വിഫലമായിരിക്കുന്നു. കുട്ടിയുടെ മരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണുള്ളത്? ഇന്ന് ഉച്ചയോടെയാണ് ഈ സുൽത്താനെ കാണാതായത്. അവിടെ നിന്നും ആദ്യം മറ്റു വീടുകളിലേക്ക് പോയിട്ടുണ്ടാകാം എന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. പിന്നീടാണ് ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടാകാം എന്നൊരു സംശയം വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ചേർന്ന് സമീപത്തെ തോട് തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ആദ്യ മണിക്കൂറുകളിൽ നിന്നും ഈ സുൽത്താനെ കണ്ടെത്താനായില്ല. പിന്നീട് വിശദമായി നടത്തിയ പരിശോധനയിലാണ് ഏതാണ്ട് വീട്ടിൽ നിന്നും 200 മീറ്റർ അകലെ സുൽത്താന്റെ മൃതദേഹം കണ്ടെത്തിയത്. 8 വയസ്സുള്ള കുട്ടി ഇന്ന് സ്കൂൾ അവധിയായതിനാൽ തന്നെ അവിടെ വീട്ടുമുറ്റത്ത് നിന്നും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഈ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ടതാകാം എന്നൊരു സംശയമാണ് ഇപ്പോൾ ബന്ധുക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ 3 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയതിനൊടുവിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹം കാസർഗോഡ് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയാണ്. ശരി സരീഷ്.